ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വെണ്ടയ്ക്ക തീയലുമായിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക തീയൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 8 വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 3/4 കപ്പോളം തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഈ കൂടെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് വറുത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഏകദേശം 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഈ തേങ്ങ ഒന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക തീയൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഇഷ്ടപ്പെട്ടു പോകും. അതേപോലെ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കാരണം ചെറിയുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക. പക്ഷെ അത് നമുക്ക് പൊളിക്കാനൊക്കെ ഉള്ള ഒരു താമസം കൊണ്ട് നമ്മൾ സവാള ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതായത് കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ നീളം കുറച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി സവാള അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓണാക്കി ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഈ സവാളയും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെണ്ടയ്ക്കേൻ്റെ ഈ ഒട്ടൽ മാറി കിട്ടണം. അതുവരെ നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും വെണ്ടയ്ക്കയും സവാളയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് നമുക്കിനി തേങ്ങ തണുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കെന്തൊരു വെള്ളം വയ്ക്കും, അങ്ങനെ വയ്ക്കും. കാരണം ഈ ഒരു കളർ കിട്ടില്ല നമ്മൾ വെള്ളം കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അതിൽ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടി. എണ്ണ കുറവുള്ള തേങ്ങയാണ് പൊടിഞ്ഞേ കിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ പുളിവെള്ളം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഉള്ളിയും വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒട്ടലൊക്കെ മാറിയിട്ടുണ്ട് വെണ്ടയ്ക്കേൻ്റെ. പുളി ആവശ്യത്തിന് ഒഴിക്കുക. ചിലർക്ക് പുളി കൂടുതൽ വേണം, അവർ കുറച്ചും കൂടെ പുളി അധികം ചേർക്കാം. പക്ഷെ ഞാൻ ഒരുപാട് പുളി ചേർക്കുന്നില്ല, എനിക്കധികം പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പുളിയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് കുക്കാകണം. കാരണം ഈ പുളിയൊക്കെ ഒന്ന് ഈ വെണ്ടയ്ക്കയിലേക്കും ഉള്ളിയിലേക്കും ഒന്ന് പിടിക്കണം. കുറച്ച് നേരം നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പുളിയെല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ഇട്ട് കൊടുക്കണം, അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയായിരിക്കും. ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി കുറച്ച് കുറവാന്ന് തോന്നിയുണ്ട്, ഒരു കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ, 1 ടീസ്പൂണോളം ഉപ്പും കൂടെ വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇനി നന്നായിട്ടൊരു തിള വരണം. അപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു തിക്നെസ്സോട് കൂടി തന്നെ കിട്ടണം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.